യൂട്യൂബർമാരുടെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഇരയായവർ, വേദന അനുഭവിച്ചവർ, അപമാനിക്കപ്പെട്ടവർ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് നാം കേൾക്കുന്നത്. കേൾക്കുക. ഒരു പ്രത്യേക വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, സ്ഥിരമായി വ്യക്തിഹത്യ നടത്തുന്നു എന്ന് എന്നെ കുറച്ച് പേര് വിളിച്ച് പറഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഒരു ജാനുവരി മുതൽ ഞാൻ ഇത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇത് നോക്കിക്കഴിഞ്ഞപ്പോ ഒത്തിരി ഞാൻ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വീഡിയോസിൽ ഞാൻ കണ്ടത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, ഡിവോഴ്സ് ആയവർ, അതല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ്, ഡിവോഴ്സ് ആയവര്, കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവര്, ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് ഇവരുടെ ടാർഗറ്റ്, മെയിൻ ടാർഗറ്റ്. അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസ്. അപ്പൊ ഇവരെയൊക്കെ എടുത്തു വെച്ച് വ്യക്തിഹത്യ ചെയ്യോ, നമുക്കൊരാളെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കത് തരുന്നുണ്ട്. പക്ഷേ അത് ഏതറ്റം വരെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അത് നമ്മുടെ മൂക്കിൻ തുമ്പ് വരെ എന്ന് പറയുന്നത് പോലെ ഇതേപോലെ ഒരു നിയമമുണ്ട് നമുക്ക്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടേത് മാത്രമാക്കി സംരക്ഷിച്ചു വെക്കാനുള്ള ഒരു അധികാരം കൂടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ നമുക്ക് ഇക്വാലിറ്റി തരുന്നുണ്ട്. സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇതെടുത്ത് നോക്കാം. ഇതിനകത്ത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ഇത് 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കാം. എന്തുകൊണ്ട് എനിക്ക് ഒരാളിനെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മാനാഭിമാനമുണ്ടെന്ന് എന്തുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നില്ല? എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനും മാധ്യമത്തിന് മുമ്പിൽ വരാനും താല്പര്യമുള്ള ആളായിരിക്കാം. പക്ഷെ എൻ്റെ വീട്ടുകാർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവർ മാധ്യമത്തിന് മുമ്പിൽ വരാതെ അവർ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടേതായ ഫ്രീഡം അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കാം. അതിനുള്ള അധികാരം നമുക്കുണ്ടെന്നിരിക്കെ അവരെ കൂടെ വലിച്ചഴച്ച്, ആക്ച്വലി ഞാൻ വിക്ടിം അല്ല, ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ളൊരു സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വീട്ടുകാരെ, നമ്മുടെ പാരൻസിനെ, മൈനർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് ഈ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത്. ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു 36 ചാനലുകളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരിക ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടെന്നും ഇതാണ് ഷഫീന ബീവിയുടെ കുറെ വീഡിയോസ്, ഇത് അവർക്കെതിരെ ഒരു 62ഓളം സ്ത്രീകൾ ചേർന്ന് നൽകിയിട്ടുള്ള പരാതിയുടെ ഒരു ഇതാണ്, FIR ഇട്ടതിന്റെ ഒരു റെസീറ്റാണിത്, ഒരു അക്നോളജ്മെന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഷഫീന ബീവി എന്നൊരു സ്ത്രീക്കെതിരെ ഉണ്ട്. അപ്പൊ ഇവരൊരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട് എന്ന് ഷാരിക അറിയിക്കുകയും അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ അവകാശപ്പെടുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷഫീന ബീവി എന്നൊരു വ്യക്തി, എനിക്ക് അവരുമായിട്ട് യാതൊരു പരിചയവുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്, എൻ്റെ തൊഴിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഒരു ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, സൈബർ ലോസ് ഉണ്ട്, സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട്. ഈ സുപ്രീം കോർട്ട് ഓർഡർ അനുസരിച്ചിട്ട് പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളോ സൈബർ സെല്ലുകളോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മളൊരു നിയമം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇന്ന് മുതൽ ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്തപടിയായിട്ട് നമ്മൾ നിവേദനം സമർപ്പിക്കുകയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും നടപടി ആയിട്ടില്ലെങ്കിൽ സമര പരിപാടികളെ കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു നിയമം ശക്തമായിട്ട് പ്രാബല്യത്തിൽ വരണം. എല്ലാ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ, നിങ്ങൾ അറിയാം, ഇവിടെ പ്രധാനമന്ത്രി എന്നില്ല, മുഖ്യമന്ത്രി എന്നില്ല, നമ്മുടെ പത്മശ്രീ കിട്ടിയ സ്റ്റാർസ് എന്നില്ല, ആരുമില്ല. എല്ലാവരെയും വലിച്ചു കയറുകയാണ്. പുരുഷന്മാരെന്നില്ല, സ്ത്രീകളെന്നില്ല, കൊച്ചുകുട്ടികളെന്നില്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ല. പച്ചയായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്.
അപ്പൊ ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് പോവുകയാണ്. ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമര നടപടികളുമായിട്ട് ഞങ്ങൾ നീങ്ങും. അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരുടെ യൂട്യൂബേഴ്സിന്റെ ആക്രമണത്തിനിരയായിട്ടുള്ള 2 വിക്ടിംസ് ആണ് ഇവർ ഇരിക്കുന്നത്. അവർക്കുണ്ടായ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ട് എത്രമാത്രം ഹരാസ്മെന്റ് ആണ് അനുഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വിക്ടിംസ് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് റസീന നൗഷാദ്. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇപ്പോൾ ശാരിക മാം ഇവിടെ ഒരു ലേഡിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിന്റെ കൂടെ ശാരിക മാം ഇവിടെ ഒരു ലേഡിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിന്റെ കൂടെ ഒരു BV ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ BV എന്ന് പറയുന്ന വാക്ക് ഒരു പവിത്രമായ വാക്കാണ്. ഞാൻ എന്തായാലും അവരുടെ പേരിന്റെ കൂടെ ആ BV ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ആദ്യത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ ബീവിയും ഒരു BV ആയിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പേരിന് കളങ്കം വരുന്ന രീതിയിൽ ഇവരുടെ പേരിന്റെ കൂടെ BV ചേർത്താലായിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ ലേഡിയെ ഷഫീന എന്ന് മാത്രമേ സംബോധന ചെയ്യുന്നുള്ളൂ. ഇവരാരാന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ മീഡിയ ഈവിളാണ് ഇവര്. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് ചിലപ്പം പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോകും. കാരണം പെൺമക്കളുള്ള ഒരു അമ്മയ്ക്കറിയാം ഒരു പെൺകുട്ടിയെ വളർത്തുന്ന ഒരു അമ്മ എത്രമാത്രം സൊസൈറ്റിയെ ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നത്. നമ്മുടെ ഒരു പെൺകുട്ടി വളർന്നു വരാൻ നമ്മൾ ആരെയൊക്കെ ഭയക്കണം? നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അങ്കിള് മിസ്യൂസ് ചെയ്യുന്ന ഭയക്കണം, വയസ്സായ അപ്പൂപ്പനെ ഭയക്കണം, വീട്ടിലുള്ള കസിൻസിനെ ഭയക്കണം. നമ്മൾ ആരെയൊക്കെ ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടി വളർത്തിയെടുക്കുന്നത്? നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കണ്ണിന്റെ കൃഷ്ണമണി പോലെ വളർത്തിയെടുക്കുന്ന ഒരു കുഞ്ഞിനെ അച്ഛൻ യൂസ് ചെയ്യുന്നു എന്നൊരു സ്ത്രീ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതാണ് ഈ സ്ത്രീ എന്നോട് ചെയ്തത്. ഞാനൊരു സെക്കൻഡ് മാരേജ് ചെയ്ത ഒരാളാണ്. രണ്ടാനച്ഛന്മാരെല്ലാം പെൺമക്കളെ പീഡിപ്പിക്കുന്നവരാണോ? അല്ല. സ്വന്തം അച്ഛന്മാര് പെൺമക്കളെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ രണ്ടാനച്ഛന്മാരും പെൺമക്കളെ യൂസ് ചെയ്യുമെന്ന് പറയാൻ ലൈസൻസ് ഈ സ്ത്രീക്ക് ആരാണ് കൊടുത്തത്? അത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഭർത്താവിനുണ്ടാവുന്ന മാനസികാവസ്ഥ. പൊന്നുപോലെ നോക്കുന്ന 2 കുഞ്ഞുങ്ങളെ, അദ്ദേഹം എന്റെ 2 മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡാമേജ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ആ രീതിയിലാണ് ഈ സ്ത്രീ മറ്റുള്ളവരെ ഹറാസ് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ മാധ്യമം എന്ന് പറയുന്ന മാധ്യമധർമ്മങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വെർബൽ റേപ്പ് എങ്ങനെയാണ് മാധ്യമധർമ്മം ആവുന്നത്? നമുക്ക് കോടതി നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ നമുക്ക് നമ്മുടെ മന്ത്രിമാരും ഇവരൊന്നും ഇത് കാണുന്നില്ല. ഇത്രയും ക്രൂക്കഡായിട്ട് ഇപ്പോ ഞാൻ റീസെന്റ് നടന്നൊരു കാര്യം പറയാം. ദയാ സുജിത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജുപിള്ള മാമിന്റെ മകളെ ഈ സ്ത്രീ മോശം എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിൽ വന്നിരുന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത അത്രയും സ്ലട്ട് ഷെയ്മിങ് ആണ് ആ കുട്ടിയെ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ നമ്മുടെ ഈ ജെൻസി കുട്ടികളെല്ലാം കൂടി ഈ സ്ത്രീയെ എയറിൽ കയറ്റി അങ്ങോട്ട് എടുത്തിട്ട് അവരെ അമ്മാനം ആടിയിട്ടുണ്ടായിരുന്നു. മഞ്ജു പിള്ളയുടെ മകളെ പറഞ്ഞപ്പോൾ അത് വാർത്തയായി. എന്റെ മകളെ പറഞ്ഞപ്പോൾ അത് വാർത്തയായില്ല. എന്തുകൊണ്ടാണ്? ഞാൻ സെലിബ്രിറ്റി അല്ല, ഞാനൊരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ വേദന എന്ന് പറയുന്നത് സെലിബ്രിറ്റികൾക്കല്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ മക്കളെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇവർക്ക് എഗെയിൻസ്റ്റ് പറയുന്ന സ്ത്രീകളെ എല്ലാം ഈ വാക്ക് എനിക്ക് ഇവിടെ യൂസ് ചെയ്യാമോ എന്നറിഞ്ഞൂടാ. പക്ഷെ അവർക്ക് എഗെയിൻസ്റ്റ് പറയുന്ന സ്ത്രീകളെ അവർ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് ആര് പറയുന്നുവോ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കളിയാക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അത് ഒരു തൊഴിലായിട്ട് ചെയ്യുന്നവരെ പറയാൻ ഒരു റൈറ്റ്സ് നമുക്കില്ല. അത് അവരുടെ ഇതാണ്. അവരെ മറ്റുള്ള ഒരു സ്ത്രീ ഇവർക്ക് എഗെയിൻസ്റ്റ് പറയുമ്പോൾ ആ സ്ത്രീയെ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇവർക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത്? ഈ സ്ത്രീക്ക് ആരാണ് ഇതിനൊക്കെയുള്ള അനുവാദം കൊടുത്തത്? അവർ പറയുന്നു അവരൊരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണെന്ന്. മനുഷ്യന് അനാവശ്യം പറയുന്നതാണോ ജേർണലിസം? വായ്ത്തോന്നിയാസം വിളിച്ച് പറയുന്നതൊക്കെ എന്നാണ് ജേർണലിസം ആയത്? അതിനെ അനുവദിച്ചത് കോടതിയാന്ന് പറയുന്നു. ഏത് കോടതിയാണ് തോന്നിയാസം പറയാൻ അനുവാദം കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്, ഇവിടെ ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഉത്തരം തരണം. കോടതിയാണോ ജേർണലിസ്റ്റ് അനുവദിക്കുന്നത്? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് കോടതിയാണോ? നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾക്ക് അതിലോട്ട് തിരിയണമെന്ന് വെച്ചിട്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് ചെയ്യുന്നതല്ലേ ജേർണലിസം? നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതല്ലേ? ഒരാളെ തോന്നിയാസം പറയുന്നത് ജേർണലിസം ആണോ? പിന്നെ ഈ സ്ത്രീ എനിക്കെതിരെ ചെയ്ത വേറെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വ്യാജ മോഷണ കേസ് എന്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സൂയിസൈഡിന്റെ വക്കെന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ സ്ത്രീക്കെതിരെ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നത്
ആ ഒരു കാര്യം ഞാൻ സർവൈവ് ചെയ്തതുകൊണ്ടാണ്, അത് ഗോ ത്രൂ ആയിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നത്. ഒരു സമയത്ത് ഇവരുടെ ഈ സൈബർ അറ്റാക്ക് കാരണം, ഇവരുടെ ഈ വൃത്തികെട്ട ലാംഗ്വേജ് കാരണം എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ മക്കളെ പോലും ഓർക്കാതെ ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്ന് വിചാരിച്ച ആളാണ്. വ്യാജമോഷണം അത് എത്രത്തോളമാണെന്ന്, ഇപ്പൊ പേരൂർക്കട ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജമോഷണം അത് തെളിയിക്കപ്പെട്ടിട്ട് ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തെളിഞ്ഞപ്പോഴാണ് അത് വ്യാജമോഷണമാണെന്ന് നിങ്ങൾ അറിഞ്ഞത്. ആ സമയത്ത് അത് ആരോപിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച മാനസിക വിഷമം എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? അപ്പൊ ഈ രീതിയിൽ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് മിനിസ്റ്ററോടാണ് പറയുന്നത്, ഈ രീതിയിൽ വെർബൽ റേപ്പ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ജിമെയിൽ ID തുടങ്ങി ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വന്നിരുന്ന് ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രം എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മതി, അതിന് മറ്റുള്ളവരുടെ നാണത്തിനും മാനത്തിനും ആത്മാഭിമാനത്തിനും ഒരു വിലയും കൊടുക്കാതെ, ഇവര് ഒരാൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒത്തിരി പേര്, അതായത് തംബ്നെയിൽസ് പോലും അറയ്ക്കുന്ന രീതിയിൽ അത് വ്യൂ കിട്ടാം, ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി നമ്മളൊന്ന് ടച്ച് ചെയ്ത് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ പറയുന്ന കാര്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത വൃത്തികെട്ട തംബ്നെയിൽസ് വെച്ചിട്ട് കേവലം ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ. ഇതിനൊരു അറുതി കൊണ്ടുവരണം. നമുക്ക് ആരെയും എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു ധൈര്യം ഇവരിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇവരെയൊന്നും പോലീസ് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ നിന്നെങ്കിലും ഒരു ഇതുണ്ടായിട്ട് ഇടപെട്ടിട്ട് ഈ വെർബൽ റേപ്പ് ചെയ്യുന്ന ചാനലുകളെ ഒന്ന് പൂട്ടിക്കിടണം. ഒരു 11 വയസ്സുള്ള കുഞ്ഞിനെ അനാവശ്യം പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയ ഒരു അമ്മയുടെ ഒരു റിക്വസ്റ്റ് ആണത്. താങ്ക് യു സോ മച്ച്. കൃഷ്ണ, എൻ്റെ പേര് ബിന്ദു ബാലചന്ദ്രൻ. ശരിക്കുമുള്ള പേര് ബിന്ദു ഹരേകൃഷ്ണ. കൃഷ്ണാസ് ഓർഗാനിക് ഹെർബൽ പ്രോഡക്ട്സിൻ്റെ ഓണറാണ്. എനിക്കൊരു ചെറിയ കോസ്മെറ്റിക് കമ്പനി ഉണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മക്കളൊന്നുമില്ല. കുട്ടികളായിട്ട് കുറച്ച് പെറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 8 മക്കളാണ് എനിക്കുള്ളത്. അങ്ങനെ എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പം അമ്മ മരിച്ച ശേഷം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഹസ്ബൻഡ് ഞാനുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് ഞാൻ ഈ രേണുവിനെ കുറിച്ച് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണുവിനെ കുറിച്ച് മോശമായിട്ട്, രേണുവിന്റെ മകനെയും കുറിച്ച് മോശമായിട്ട്, അതെന്താണ് അവരോടെ ഞാൻ കണ്ടതെന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല. ഇന്നലെയൊക്കെ ആ ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ രാജ് ടോക്സ് എന്ന് പറയുന്ന ആള്, രാജേഷ് രാജ്, അയാളുടെ ശരിക്കുമുള്ള പേര് രാജേഷ് രാജ്, രാജ് ടോക്സ്, രാജ് റിയാക്ട്സ് എന്ന് പറയുന്ന 2 ചാനലുകൾ നടത്തുന്ന രാജേഷ് രാജ് എന്ന് പറയുന്ന രാജ് ടോക്ക്, അയാൾക്ക് ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാടുണ്ട്. രവിത മനോജ് എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ രേണു സുധിയെ കുറിച്ച് മോശമായ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പം ഞാൻ ഇയാളുടെ മെസ്സഞ്ചറിൽ പോയിട്ട്, ഞാനത് സ്ത്രീയാണെന്നാണ് ഞാൻ കരുതിയത്, രവിത മനോജ് എന്ന് കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു. എൻ്റെ ഫോണിൽ അത് കിടപ്പുണ്ടാവും. ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എല്ലാം എൻ്റെ മെസ്സഞ്ചറിൽ തന്നെ കിടപ്പുണ്ട്. അയാൾ പറയുന്നത് എവിഡൻസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഫോണിൽ എല്ലാം എൻ്റെ ഇയാളുമായിട്ടുള്ള ചാറ്റ് ഫോണിൽ കിടപ്പുണ്ട്, മെസ്സഞ്ചറിൽ. ഇയാൾ എഴുതിയതാണ് ഇതെല്ലാം. അപ്പം ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ മകൻ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ എഴുതിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ആണല്ല, പെണ്ണല്ല, ആണാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ആണുങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായപ്പോൾ ഞാൻ ആ ചാറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകാനായിട്ട് നോക്കി. പക്ഷെ ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാൾ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ഇയാളൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് ചാത്തൻ സേവയുണ്ട്, ചാത്തൻ സേവ ചെയ്ത് നിന്നെ ഞാൻ ശരിയാക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ വഴക്ക് കൊടുത്തു. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് അവിടെ ചാറ്റ് അവസാനിപ്പിച്ചു. വിചാരിച്ചു ഇത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. അടുത്ത ദിവസം രാത്രി 10:37 എനിക്കൊരു മെസ്സേജ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ്, അത് വിളിക്കുന്ന ഒരു സ്കൈപ്പ് നമ്പർ എന്നാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് തരാം. ഇതൊക്കെ എൻ്റെ ഫോണിലുള്ള എവിഡൻസ് ആണ്. അയാൾ പറയുന്നു AI എവിഡൻസ് ആണെന്നാണ് ഇപ്പൊ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സ് തന്നെ അത് പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അയാൾ എനിക്ക് അയച്ച മെസ്സേജുകളാണ്. രാജ് ടോക്സ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ സേവ് ചെയ്തിരിക്കുന്നു. ആ സമയം ഇത് സ്കൈപ്പ് നമ്പറാണ്. ഇപ്പൊ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല. ഇതല്ല ഞാനും അയാളുമായിട്ട് നടന്ന കോൺവെർസേഷൻസ് ആണ്. ഇയാള് രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് മോളെ എന്നൊക്കെ വിളിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അന്യപുരുഷൻ എന്നെ മോളെ എന്ന് വിളിക്കുന്നു. സ്വന്തം ഭർത്താവ് പോലും, ലവ് മാരേജ് ആയിരുന്നു, എന്നെ മോളെ എന്ന് വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കുകയാണ്, മോളെ
നീ പിടിക്കപ്പെട്ടു, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ യു ആർ എക്സ്പോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു അപ്പം ഞാൻ യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് ഇയാൾ ഈ മെസ്സേജ് അയച്ചപ്പോൾ എനിക്കാകെ പേടിയായി, എൻ്റെ ഫോട്ടോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവോ. അപ്പം ഞാൻ തിരിച്ച് ഇയാളുടെ നമ്പറിൽ വിളിച്ചു. ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഇയാൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. നിന്റെ ഫോട്ടോയും ഈ പറഞ്ഞ ഇന്നലെ നടന്ന കോൺവെർസേഷൻസ്, നീ ഒരു ബിസിനസ്സുകാരിയാണല്ലോ, അതിൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും, യൂട്യൂബിലൊക്കെ അത് വരും, നീ നാറും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇവിടെ വെള്ളം കൊണ്ടിട്ട് നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു സെക്സ് ചാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത്. അല്ല, അത് നിന്നെ പോലൊരു ബിസിനസ് വുമൺ ആകുമ്പോൾ നിനക്ക് അതൊരു പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പറയണേ, ഇത് ഇനിയിപ്പം ഞാനത് പബ്ലിഷ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണം, അവിടെ നമുക്കിരുന്ന് സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് അയാൾ സംസാരിച്ചത്. അപ്പം ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് ഇയാളെ വോയിസ്. മാത്രമല്ല ഈ കേട്ട് പരിചയമുള്ള ഒരു ശബ്ദം. കാര്യം ഞാൻ ഈ രാജ് ടോക്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇതുപോലെ സ്കൈപ്പ് നമ്പർ എന്നാണ് വിളിക്കുന്നത്, റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആകെ ഭയന്നു പോയി ഇയാളുടെ ഈ ഇത് കേട്ടപ്പോൾ. പക്ഷെ ഞാൻ ധൈര്യത്തിൽ പ്രതികരിച്ച് ഞാൻ അയാളെ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ തെറി വിളിച്ചു കേട്ടോ, നല്ല രീതിയിൽ ഞാൻ അയാളെ തെറി വിളിച്ചു. ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആയപ്പോൾ ഞാനിങ്ങനെ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ വീഡിയോസ് അവർ ഷെയർ ചെയ്യണം. ഏകദേശം 46 വീഡിയോസോളം അവരുടെ ഫേസ്ബുക്കിലും ഒരു ലോങ് വീഡിയോ ആയിട്ട് എന്നെ ഒരു ക്രിമിനലായി എൻ്റെ ഫോട്ടോ എൻ്റെ നമ്പർ ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ക്രിമിനലാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ യൂട്യൂബ് അത് 26K വ്യൂ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, രാജ് ടോക്സിൻ്റെയും. അപ്പം ഈ ഷെഫീന പറയുന്നുണ്ട് രാജ് ടോക്സ് ആണ് ഇത് പുറത്തു വിട്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ രാജ് ടോക്സിൻ്റെ ചാനലിൽ പോയി നോക്കിയപ്പം എനിക്കതിൽ ഇതുപോലെ ഈ വീഡിയോ, അപ്പം എനിക്ക് ശബ്ദം എനിക്ക് ഫെമിലിയറായി, എന്നോട് സംസാരിച്ച ഇതേ ശബ്ദം. അപ്പോൾ അയാൾ പറയുന്നത് ഇത് ഞാൻ കുറച്ച് അപ്പം എനിക്ക് പറയാം, ഞാൻ ഇവരെ പോലെ യൂട്യൂബറോ ഒന്നുമല്ല. എന്നെ പറ്റി കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോസ് ആണ് അവിടെ ചെയ്തിട്ടുണ്ട്. എന്നെ പട്ടി എന്നൊക്കെ അവൻ വിളിക്കുന്നുണ്ട്, പട്ടി എന്ന് വരെ എന്നെ എനിക്ക് അതാണ് എനിക്ക് മാത്രമല്ല എനിക്ക് ഏറ്റവും വിഷമമായത് ഇവരൊന്നും വീഡിയോ ചെയ്തല്ല, ഇവരുടെ ഫോളോവേഴ്സ് നമ്മളെ വെർബൽ റേപ്പ് ചെയ്യുകയാണ്. ഐ മീൻ അശ്ലീലം. ഓക്കെ. അപ്പൊ അങ്ങനെ ആയപ്പോഴും ഇപ്പൊ ഈ കേസ് കോടതിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാനിപ്പോ ഇത് തെളിയിച്ച് ശരിക്കും പുറത്ു കൊണ്ടുവന്നത് കുറച്ച് യൂട്യൂബേഴ്സാണ്. ശ്രീധു പാറശാലയും അവരുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരും കൂടെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ശ്രീധുവിന്റെ അടുത്ത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ AI ആണെങ്കിൽ, എൻ്റെ ഫോണിലുള്ള തെളിവുകൾ AI ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണവും അവർക്ക് കണ്ടന്റും കൊടുക്കാമെന്നൊക്കെ അവരെ നേരിട്ട് പോയി കണ്ടു എന്നൊക്കെയാണ് ശ്രീധു പറയുന്നത്. ഓക്കെ, എൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. എനിവേസ് ഇതിപ്പോൾ കോർട്ടിലോട്ട് മൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇവർക്ക് 2 പേർക്ക്, 1-ാം പ്രതി രാജ് ടോക്സ്, 2-ാം പ്രതി ഷെഫീന ബീവി, ഇവർ 2 പേരുടെയും പേരിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഇന്ന് പറയാനുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രസ് മീറ്റ് വിളിച്ചത്. ഇതിനൊരു നിയമ നടപടികൾ ഉറപ്പായിട്ടും ഉണ്ടാവണം. ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സമരമുഖമായിട്ട് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും അമ്മമാർക്കും സിംഗിൾ മദേഴ്സ് ആയാലും ഡിവോഴ്സ് ആയാലും ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. വിഡോസിനും അതുപോലെ പുരുഷന്മാരും തീർച്ചയായിട്ടും ഒരു പുരുഷന്മാരെ കള്ളക്കേസിലൊക്കെ കുടുക്കിയിട്ടുണ്ട്, അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട്, അവരുടെ ഭാര്യമാരെ അടിക്കാനോ അവരെ അടിക്കാനോ ഒക്കെ ചെന്ന വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനൊരു അറുതി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും അതോടൊപ്പം ആഭ്യന്തര മന്ത്രിയോടും സൈബർ സെല്ലിനോടും പോലീസുകാരോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും പറയാനുള്ളത്, ഇതിനൊരു നിയമ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും സമരമുഖങ്ങളുമായി തന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളും തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആകും. കാരണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ, ഞങ്ങൾക്ക് മാന്യതയുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു നിയമ നടപടികൾ ഇവർക്കെതിരെ ഇവരെയൊന്നും നശിപ്പിക്കണമെന്നോ ഇവരെയൊന്നും എന്തെങ്കിലും ചെയ്യണമെന്നല്ല, പക്ഷേ അന്തസ്സായിട്ട് ചെയ്യുക, മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. എന്തും കാണിക്കാം, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം, എന്ത് തോന്നിയവാസവും ആരെയും പറയാം എന്നുള്ള ഒരു റൈറ്റ് അല്ല. അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് ഇവരെ മനസ്സിലാക്കിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയുവാണ്, നമ്മൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാ മാധ്യമപ്രവർത്തകരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. ഇത് പറഞ്ഞല്ലോ, ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഒരു കൂട്ടം ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ്. ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ശാരിക പറഞ്ഞല്ലോ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. അവിടെയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്.
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുവാണ്. ഷാരിയക്കൊന്നും പറയാനുണ്ട്? ആ മോളുടെ വീഡിയോ ഒന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടി. എൻ്റെ മോളെ, അതായത് എൻ്റെ പ്രായപൂർത്തിയാകാത്ത എൻ്റെ മോളെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എൻ്റെ കയ്യിലുണ്ട്. അതായത് അത് പുറത്ത് ഒരു അമ്മയെന്ന നിലയിൽ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ഞരമ്പന്മാരായിട്ടുള്ള സാമൂഹ്യ ദ്രോഹികൾക്ക് വേണ്ടി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുക. ഇതൊക്കെ എന്താണ്? സ്ത്രീകൾക്ക് മാന്യതയ്ക്കും പുരുഷന്മാരുടെ മാന്യതയ്ക്കും വിലയില്ലേ? അത് ഷഫീന ബീവി വളരെ വ്യക്തമായിട്ട് നമ്മുടെ പേര്, അതായത് നമ്മളെയൊക്കെ വിളിക്കുന്ന പേരുകൾ വേറെയാണ്. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം, നമ്മൾ ആരും അവർക്കൊന്നും ഒരു ദ്രോഹവും ചെയ്തില്ല, വളരെ അന്തസ്സായിട്ടാണ് ഇന്നേ വരെ ജീവിച്ചത്. അപ്പം അന്തസ്സുള്ളവർക്ക് ഇവിടെ മുന്നോട്ട് പോകണ്ടേ? നമുക്ക് എന്ത് വൃത്തിയോടും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഇവർക്കെതിരെ തിരിച്ച് ഞാനും പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ മാന്യമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് അവരെ പോലെ തറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ പോലെ ഇനി പുറത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകണമെന്ന് നമ്മുടെ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു. കേട്ടല്ലോ, സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുന്ന ഇത്തരം അലവലാദികളെ എത്രയും വേഗം കെട്ടുകെട്ടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അമ്മമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ ഒക്കെ ചുറ്റുവട്ടത്തും ഉണ്ട്. അവർ ഇത്തരം അലവലാദികൾ നമുക്കുണ്ടാക്കുന്ന വേദന മറന്നു പോകരുത്. പ്രത്യേകം സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. വ്യക്തിഹത്യ വെച്ച് പൊറുപ്പിക്കാനായില്ല. നല്ലൊരു മുഖ്യമന്ത്രിയും നല്ലൊരു പ്രധാനമന്ത്രിയുമുള്ളൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഈ വാർത്ത അവരിലേക്ക് എത്തട്ടെ. സ്വാതന്ത്ര്യത്തോടെ, ആത്മാഭിമാനത്തോടെ ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശം, ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.